نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസിയത്ത് ചെയ്യുക. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളുമനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള സമരമായിരുന്നുവെങ്കിലും ചരിത്രത്തിൽ നാം പഠിച്ചിട്ടുള്ളതുപോലെ പരാജയത്തിലാണ് ഉഹുദ് യുദ്ധം അവസാനിക്കുന്നത്. ഉഹുദ് യുദ്ധത്തിലെ മുസ്ലിങ്ങളുടെ പരാജയം മുശ്രിക്കുകൾക്കിടയിൽ വലിയ പ്രതീക്ഷകളുണ്ടാക്കി. അടിയന്തരമായി അവർ ഒരുമിച്ച് കൂടുകയും നമ്മൾ ഒന്നുകൂടെ ആക്രമിച്ചാൽ, ഒരു യുദ്ധത്തിനു കൂടി നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ, ഇങ്ങനെ ദുർബലപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരാക്രമണം കൂടി നടത്തിയാൽ ഈ രോഗം തന്നെ ഇതോടെ ഇല്ലാതായി തീർന്നോളും, എല്ലാം അവസാനിച്ചോളും എന്നുള്ള നിലക്ക് ഉഹുദ് യുദ്ധത്തിന് ശേഷവും സൈനികമായ ഒരു മുന്നേറ്റം മുസ്ലിങ്ങൾക്കെതിരെ നടത്താനുള്ള ഒരു തീരുമാനം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ തന്നെ ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞവർ, മുസ്ലിങ്ങളോട് താൽപര്യമുള്ള ആളുകൾ, അടുത്ത ഒരു ആക്രമണത്തിനുള്ള ഒരുക്കവും തീരുമാനവും പദ്ധതികളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം മുസ്ലിങ്ങൾ അറിയിച്ചു. പരിശുദ്ധ ഖുർആനിൽ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 173-ാമത്തെ ആയത്ത് ആ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ആളുകൾ അവിടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്, നിങ്ങൾ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള, നിങ്ങൾക്കെതിരായ യുദ്ധത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫഖ്ശൗഹും, ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ട് നിൽക്കുമ്പോ ഇതിനു പുറമെ ഒരാക്രമണം കൂടെ വരുന്നത്, ഇനിയും നിങ്ങൾക്ക് നേരെ സൈനിക നീക്കം ഉണ്ടാകുന്നത് നിങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടണം. ഒരു യുദ്ധത്തെക്കുറിച്ച് കൂടി അഭിമുഖീകരിക്കേണ്ടി വരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം, അപകടമാണ്, നിങ്ങളതിനെ ഭയപ്പെടണം എന്ന ആളുകൾ മുസ്ലിങ്ങളെ ഉപദേശിച്ചു. ഖുർആൻ പറയാണ്, ഫസാദഹും ഈമാന, വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടും എന്ന സാഹചര്യത്തെക്കുറിച്ച് അവർക്ക് വിവരം കിട്ടിയപ്പോ ഫസാദഹും ഈമാന, അവരുടെ വിശ്വാസം ബലപ്പെടുകയാണ് ചെയ്തത്, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞു, വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമനായവൻ അല്ലാഹുവാണ് എന്നവർ പറയുകയും ചെയ്തു. വിശ്വാസികൾ ശക്തമായ രീതിയിലുള്ള മാനസികമായ ധൈര്യവും ബലവും പ്രകടിപ്പിച്ചു.
എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിക്കാനാകും, അള്ളാഹു കൂടെയുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസം അവർ പ്രകടിപ്പിച്ചു. അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യുമെന്ന നല്ല ബലമുള്ള ഉറപ്പുള്ള മാനസികാവസ്ഥ അവർ പ്രകടിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫളിൻ ലം യംസസ്ഹും സൂഉൻ. അവരെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ബാധിക്കുകയുണ്ടായില്ല, ഒരു തരത്തിലുള്ള പ്രയാസവും അവർക്ക് ഉണ്ടാവുകയുണ്ടായില്ല. ഹംറാഉൽ അസദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പരിശുദ്ധ ഖുർആൻ ഉഹുദ് യുദ്ധത്തെക്കുറിച്ച് അല്ല പറയുന്നത്, ഒരു സൈനിക നീക്കത്തെക്കുറിച്ചാണ്. ഒരു സൈന്യം ആക്രമിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോഴുണ്ടായ വിശ്വാസികളുടെ, മുസ്ലിങ്ങളുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ്. ഹംറാഉൽ അസദിൽ വെച്ച് ആ സൈന്യം പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അവർ യുദ്ധത്തിന് സന്നദ്ധരാകാതെ ഭയപ്പെട്ട് ശത്രുക്കൾ പിന്മാറുകയാണ് ഉണ്ടായത് എന്നാണ് ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു യുദ്ധം വിജയിച്ചിട്ട് പോലും രണ്ടാമതൊരിക്കൽ മുസ്ലിങ്ങളുടെ നേരെ ചെല്ലണം എന്ന തീരുമാനത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഞാൻ ഈ സംഭവം പറയുന്നത്, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ, നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ, അവിടെ നിന്നാണ് നമ്മുടെ വിശ്വാസങ്ങൾക്ക്, നമ്മുടെ ഈമാനിന് കോട്ടം തട്ടാറുള്ളത്. നമ്മുടെ വിശ്വാസങ്ങൾ ദുർബലപ്പെട്ടു പോകാറുള്ളത് പരീക്ഷണങ്ങൾ വരുമ്പോഴാണ്, പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. വലിയ പ്രശ്നത്തിന്റെ മുന്നിൽ നിന്നിട്ട്, ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നിട്ട് എന്റെ റബ്ബ് സഹായിക്കുമെന്ന് ഉള്ളിൽ തട്ടി മനസ്സമാധാനത്തോടെ ആശ്വാസത്തോടുകൂടെ പറയാനാകണമെങ്കിൽ അതിശക്തമായ ഈമാനിനാൽ നമ്മൾ സ്വാധീനിക്കപ്പെടണം. വലിയ തോതിലുള്ള വിശ്വാസം നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടായാൽ മാത്രമാണ് പ്രതിസന്ധികളിൽ എന്റെ റബ്ബ് എന്നെ സഹായിച്ചുകൊള്ളും എന്നുള്ള ഒരു ബോധവും അതിൽ നിന്നുണ്ടാകുന്ന ഒരു ആശ്വാസവും ഒരു മനുഷ്യനുണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ആ രൂപത്തിൽ ശുഭപ്രതീക്ഷയോടുകൂടെ ജീവിക്കുന്നവരല്ലെങ്കിൽ, ഹുസ്നുള്ളവരല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല. ഹുസ്നുള്ളൊന്നിനെ കുറിച്ച് പറയാനാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരങ്ങളെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ ആഴ്ച ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ധാരണ എന്താണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം എന്താണ്? നമുക്കൊരു പ്രയാസം വരുമ്പോ, നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ, ഏതെങ്കിലും നിലക്ക് നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോ അള്ളാഹുവിനെ നമ്മൾ എങ്ങനെയാണ് കാണുകയും കരുതുകയും ചെയ്യുന്നത്? ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞു, ദുനിയാവിലൊരു സ്വർഗമുണ്ട്, ഇന്ന ഫിദ്ദുനിയ ജന്ന, ദുനിയാവിലൊരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ കിടക്കാത്തവൻ ഒരിക്കലും പരലോകത്തുള്ള മല്ലം യദ്ഖുൽഹാ ലൻ യദ്ഖുലൽ ജന്നത്തൽ ആഖിറ. ദുനിയാവിലെ സ്വർഗം കിട്ടാത്തവൻ, ദുനിയാവിലെ സ്വർഗത്തിൽ കിടക്കാത്തവൻ, അവനൊരിക്കലും പരലോകത്തെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇത് വിശദീകരിക്കുമ്പോൾ നമുക്കതിൽ കാണാം, ദുനിയാവിലെ സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ഖൈറാണ് വരുള്ളൂ, നന്മയുണ്ടാവുള്ളൂ, അള്ളാഹുവിൽ നിന്ന് എനിക്ക് ഗുണം മാത്രമേ സംഭവിക്കുള്ളൂ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ജീവിക്കാൻ കഴിയുമ്പോഴാണ്, അങ്ങനെയുള്ളവരാണ് പരലോകത്ത് സ്വർഗാവകാശികളാവുക. അങ്ങനെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ഒരു സാധാരണ നിലയിൽ നമ്മളൊരു ഒരു മുസ്ലിം കൂട്ടത്തിലെ, ഒരു കൂട്ടം മുസ്ലിങ്ങൾക്കിടയിലെ ഒരാളായതുകൊണ്ട് ഹുസ്നുള്ളൊന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരങ്ങൾ, നല്ല തോന്നലുകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആരുടെയെങ്കിലും മനസ്സിൽ, പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, ആരുടെയെങ്കിലും മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരങ്ങൾ ഉണ്ടായാൽ, നല്ല വിചാരങ്ങൾ ഉണ്ടായാൽ, എന്താണോ അയാൾ വിചാരിക്കുന്നതും കരുതുന്നതും അങ്ങനെയാണ് അയാളോട് അല്ലാഹ് ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഖൂലുല്ലാഹു തആല ഫിൽ ഹദീസിൽ ഖുദ്സി, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറഞ്ഞതായിട്ട് റസൂൽ പറയാണ്, അന ഇൻദ ളുന്നി അബ്ദി ബി, എന്നെക്കുറിച്ച് എന്റെ അടിമ എന്താണോ വിചാരിക്കുന്നത് അതാണ് അവന് ഞാൻ. എനിക്കുള്ള പടച്ചവനല്ല, അല്ലെങ്കിൽ എന്നോടുള്ളതുപോലെയല്ല അള്ളാഹു നിങ്ങളോടുള്ളതുപോലെയല്ല അള്ളാഹു എന്നോട്. നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് കടുത്ത പ്രതീക്ഷയും
അതിശക്തമായ ബലമുള്ള വിശ്വാസവും എന്ത് പ്രതിസന്ധിയിലും എന്റെ കൂടെ എന്റെ റബ്ബുണ്ടാകും എന്ന ഉറച്ച ബോധമുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം അല്ല അങ്ങനെയാണ്, എന്നോടൊപ്പം അല്ല ഇങ്ങനെയാണ്, ചോദിച്ചു നോക്കാം, പറഞ്ഞു നോക്കാം, പ്രാർത്ഥിച്ചു നോക്കാം. നിസ്കരിക്കുന്നതല്ലേ, ഞാനിങ്ങനെ നോമ്പെടുത്ത ഒരാളല്ലേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അള്ളാഹു സഹായിച്ചേക്കാം. അങ്ങനെയാണ് എന്റെ മനസ്സിലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വേറെയാണ്, എന്റെ മനസ്സ് വേറെയാണ്. അള്ളാഹുവിനെ കുറിച്ച് രണ്ട് മനസ്സ് രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നത്. അള്ളാഹു എങ്ങനെയാണ് ഈ രണ്ടാളോട്? അയാൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെയാണ് അയാൾക്ക് അള്ളാഹു ഉണ്ടാവുക. അള്ളാന്റെ സഹായം അങ്ങനെയാണ് ഉണ്ടാവുക, അങ്ങനെയാണ് അള്ളാഹു അയാളോടൊപ്പം ഉണ്ടാകുക. അള്ളാഹുവിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുമ്പോ ചിലപ്പോ സംഭവിച്ചേക്കാം, കിട്ടിയേക്കാം, വന്നേക്കാം, തന്നേക്കാം എന്നല്ല. ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുന്നത് എന്റെ റബ്ബ് എനിക്ക് തരിക തന്നെ ചെയ്യും. നിങ്ങൾ അതിന്റെ ഭൗതികമായ കാര്യകാരണങ്ങളൊന്നും നമ്മൾ ചിന്തിക്കണ്ട. രോഗം മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഇജാതി രോഗമൊക്കെ വന്നിട്ട് ഇത് മാറി കിട്ടുമോ? മഹാത്ഭുതം തന്നെ സംഭവിക്കണം. എന്നാലും രോഗം വന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണല്ലോ, നമുക്ക് പ്രാർത്ഥിച്ചു നോക്കാം. അങ്ങനെയല്ല, എന്റെ റബ്ബ് എന്നോട് എന്റെ പ്രശ്നങ്ങളോട് എന്റെ പ്രതിസന്ധികളോട് എന്റെ റബ്ബ് കൂടെ നിൽക്കുക എന്റെ മാനസികാവസ്ഥയനുസരിച്ചാണ്. അള്ളാഹുവിന്റെ റസൂൽ അതാണ് പറഞ്ഞത്, ഇന്ന അന ഇൻദ ളന്നി അബ്ദി ബി വഅന മഅഹു ഇദാ ദക്കറനി വഅന മഅഹു ഇദാ ദക്കറനി. എന്റെ അടിമ എന്നെ കുറിച്ച് ഓർക്കുമ്പോ ഞാൻ അവന്റെ ഒപ്പം ഉണ്ടാവും. അല്ല പറയാണ്, എന്റെ അടിമ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവും. വഅന മഅഹു, ഞാൻ അവന്റെ ഒപ്പമുണ്ടാകും. ഇദാ ദക്കറനി, അവൻ എന്നെ കുറിച്ച് ഓർക്കുന്ന സമയത്ത്, സ്മരിക്കുന്ന സമയത്ത്, പറയുന്ന സമയത്ത്. പടച്ചോനെ കുറിച്ച് നമ്മൾ പറയുമ്പോ പടച്ചോൻ നമ്മളോടൊപ്പം ഉണ്ടാവും. ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി. മനസ്സിൽ അവൻ എന്നെ പറ്റി വിചാരിക്കുകയാണെങ്കിൽ ഞാൻ അവനെ കുറിച്ച് എന്റെ മനസ്സിൽ ഞാൻ വിചാരിക്കും. അവൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ അവനെ പറ്റി ചിന്തിക്കും. എന്നെ അവൻ ഓർക്കുന്ന സമയത്ത് ഞാൻ അവനെ ഓർക്കും. മനസ്സിൽ അവൻ എന്നെ കുറിച്ച് വിചാരിക്കുന്ന സമയത്ത് ഞാൻ അവനെ പറ്റി വിചാരിക്കും. അള്ളാഹ് തരുന്ന വാഗ്ദാനാണ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിലെ ആശയം, ആ വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. ഖുർആനും ഖുദ്സിയായ ഹദീസും തമ്മിലുള്ള വ്യത്യാസം, ഖുർആനിലെ അക്ഷരങ്ങളും ആശയങ്ങളും അള്ളാന്റേതാണ്. ഖുദ്സിയായ ഹദീസിലെ ആശയങ്ങൾ വഹയിന്റെ അടിസ്ഥാനത്തിൽ ആ പദങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടാകാം. പക്ഷേ അത് അതുപോലെ പറഞ്ഞുകൊടുത്തത് അങ്ങനെ പറയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അള്ളാഹു നമ്മളോട് സംസാരിക്കാൻ, നിങ്ങളുടെ മനസ്സിൽ എന്നെ പറ്റി കരുതുമ്പോഴേക്ക്, ചിന്തിക്കുമ്പോഴേക്ക്, വിചാരിക്കുമ്പോഴേക്ക് ഞാൻ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈറൻ മിൻഹു. നിങ്ങളൊരു സദസ്സിൽ കുറച്ചാൾ കൂടിയെടുത്ത് അള്ളാഹിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ ഒരു സദസ്സിൽ നിങ്ങളെപ്പറ്റി അള്ളാഹു പരാമർശിക്കും. മക്കളെ വിളിച്ചു കൂട്ടിയിട്ട് നമ്മൾ പടച്ചവനെ പറ്റി വർത്താനം പറയുകയാണെങ്കിൽ, നിങ്ങൾ 4 കൂട്ടുകാർ കൂടുമ്പോ കൂട്ടുകാരന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുമ്പോ സമാധാനിക്ക്, അള്ളാഹ് സഹായിക്കും എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെപ്പറ്റി അള്ളാഹു അതിനേക്കാൾ ഉത്തമരായ ഒരു സദസ്സിന്റെ മുന്നിൽ അള്ളാഹു അവതരിപ്പിക്കും. അള്ളാഹു നിങ്ങളെ പരാമർശിക്കും, നിങ്ങളെപ്പറ്റി അള്ളാഹു പറയും. നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു നിങ്ങളിലേക്ക് അടുക്കും. നിങ്ങൾ അള്ളാഹുവിലേക്ക് നടന്നാൽ അള്ളാഹു നിങ്ങളുടെ അടുത്തേക്ക് ഓടിവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഹദീസ് അവസാനിക്കുന്നത്. സഹോദരങ്ങളെ, എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നതും എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നതും എന്താണോ നമ്മൾ ചിന്തിക്കുന്നതും അത് നൽകുന്നവനാണ്, ആ രീതിയിൽ കൂടെ നിൽക്കുന്നവനാണ്, അങ്ങനെ നമ്മളെ സഹായിക്കുന്നവനാണ് അള്ളാഹു എന്നാണ് അള്ളാഹുവിനെ അള്ളാഹുവും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ ധാരണ കോട്ടം തട്ടുക. നമ്മളെ ജീവിതം ഇങ്ങനെ വലിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആളുകൾക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ
ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികളുടെ മുന്നിൽ ഇങ്ങനെ പോയി നിന്ന് കഷ്ടപ്പാടും രോഗങ്ങളും ദാരിദ്ര്യവും കടവും പട്ടിണിയും അങ്ങനെ മേൽക്കുമേൽ പ്രതിസന്ധികൾ വരുമ്പോൾ ആളുകളുടെ വിശ്വാസത്തിന്, അള്ളാഹിനെ കുറിച്ചുള്ള ധാരണയ്ക്ക് കോട്ടം തട്ടാൻ തുടങ്ങും ഏത് പ്രതിസന്ധിയിലും. അതിനാണ് ഉഹുദ് യുദ്ധം കഴിയുമ്പോ പരാജയപ്പെട്ട മുസ്ലിങ്ങൾ, ഉഹുദ് യുദ്ധത്തിൽ പരാജയപ്പെട്ടവർ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ പരിക്ക് പറ്റി എല്ലാ നിലക്കും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും സാമ്പത്തികമായ പരാധീനതകളും കുറെ ആളുകളുടെ മരണവും മാനസിക വിഷമവും ഒക്കെ അനുഭവിക്കുന്നവർ, അവർക്ക് നേരെയാണ് അവരെ ഇപ്പോൾ പരാജയപ്പെടുത്താൻ എളുപ്പമാണെന്ന ധാരണയോടുകൂടെ മറ്റൊരു സൈനിക നീക്കുണ്ടാകുന്നത്. ആ സമയത്താണ് ജനങ്ങൾ വന്നിട്ട് ഖദ് ജമഉ ലക്കും ഫഖ്ശൗ, നിങ്ങൾക്കെതിരെ സൈനികമായ സന്നാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണം, ഉന്മൂലനം ചെയ്യപ്പെട്ടേക്കാം, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടേക്കാം. ഭയപ്പെടുത്താൻ ആൾക്കാർ വന്നിട്ട് നിങ്ങൾക്കെതിരെ ശത്രുക്കള് വലിയ ഒരുക്കങ്ങൾ നടത്തുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെട്ടേക്കാം. അപ്പൊ എന്തു വേണം? ഫസാദഹും ഈമാന, ആളുകളൊക്കെ കൂടെ ഞാൻ എന്നാൽ നീ ദീനിന്റെ മാർഗത്തിലുള്ള, ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള ഇതിനു വേണ്ടി പറയാനുമില്ല, ഒരുങ്ങാനുമില്ല, ആ പള്ളിക്ക് പോകാനുമില്ല, അങ്ങനെയല്ല വിചാരിച്ചത്. ഫസാദഹും ഈമാന, സ്വഹാബികൾക്ക് അവരുടെ ഈമാൻ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികൾക്ക് അവരുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹ്, ആരൊക്കെ എന്തൊക്കെ സൈന്യവുമായി ഞങ്ങളുടെ നേരെ വന്നാലും ഞങ്ങൾക്ക് അല്ലാഹു മതി വ നിഅമൽ വക്കീൽ. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഭാര്യയോട് പറയാൻ പറ്റണം. മക്കളൊക്കെ ഇങ്ങനെ വല്ലാതെ ഭാവിയെ പറ്റി ആലോചിച്ച് ചിന്തിച്ചിട്ട് എങ്ങട്ടാ നമ്മുടെ കുടുംബത്തിന്റെ പോക്ക്, എന്താ നമ്മുടെ ബജറ്റിന്റെ അവസ്ഥ, എങ്ങട്ടാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി, എന്തൊക്കെയാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്, രോഗങ്ങൾ എന്താണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ചർച്ചയുണ്ടല്ലോ. വലിയ ആദിയും ആശങ്കയും ബേജാറും ഒക്കെ പ്രകടിപ്പിച്ചിട്ട് ഭാര്യയോ മക്കളോ ഉമ്മയോ വാപ്പയോ കുടുംബങ്ങളോ നമ്മളോട് സംസാരിക്കുമ്പോ നമുക്ക് പറയാൻ പറ്റണം, പ്രതിസന്ധികൾ വരുമ്പോ ഈമാൻ കൂടണം, പ്രശ്നങ്ങൾ വരുമ്പോ ഈമാന്റെ അളവ് വർദ്ധിക്കണം. ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി, അള്ളണ്ട്, അത്ര ഉറപ്പോടുകൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറയാനാകുമെങ്കിൽ അതിനേക്കാൾ വലിയൊരു സന്തോഷവും ആ സമയത്ത് അനുഭവിക്കുന്നതിനേക്കാൾ വലിയൊരു സുഖവും ഉണ്ടാവില്ല എന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വലിയൊരു പ്രശ്നം വരുന്ന സമയത്ത്, ഏറ്റവും വലിയൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് എനിക്ക് എന്റെ റബ്ബ് മതി, എനിക്ക് അള്ളാഹു മതി, അള്ളാഹു എന്നെ സഹായിക്കും എന്ന് പറയാൻ മാത്രം മാനസികമായ ബലവും കരുത്തും ഈമാനുള്ള ഒരാള് അയാൾ അനുഭവിക്കുന്ന സന്തോഷത്തിനും സംതൃപ്തിക്കും സമാധാനത്തിനും അതിരുണ്ടാവില്ല എന്ന് പറയുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് ദുനിയാവും നമ്മൾ സന്തോഷിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മക്കൾക്കും ഒരു ബുദ്ധിമുട്ടില്ല, അമ്മാക്കും കുഴപ്പമില്ല, വാപ്പാക്കും കുഴപ്പങ്ങളൊന്നുമില്ല, ഭാര്യയ്ക്കും രോഗമില്ല, എനിക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ല, കടബാധ്യതകളില്ല, എല്ലാം 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 ഇങ്ങനെ തുറന്ന് വളരെ സുഖസന്തോഷത്തോടുകൂടെ ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ ആരാണ്? അങ്ങനെ ഒരാളെ എവിടെയാണ്? സ്വപ്നത്തിലുണ്ടോ? സങ്കല്പത്തിലുണ്ടോ? കഥാപുസ്തകങ്ങളിലുണ്ടോ? ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? മനുഷ്യർ മുമ്പാരെങ്കിലും അങ്ങനെ ജീവിച്ചിട്ടുണ്ടോ? നാളെ ആരെങ്കിലും അങ്ങനെ ജനിച്ച് ജീവിക്കാൻ പോകുന്നുണ്ടോ? പ്രശ്നങ്ങൾക്കിടയിൽ ഇങ്ങനെ ജീവിച്ചു പോവുക സന്തോഷത്തോടെ, ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ ഇങ്ങനെ ജീവിച്ചു പോവുക സമാധാനത്തോടെ. അതാരാണ്? ഹുസ്നുള്ളവർ, അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം വെച്ച് പുലർത്തുന്നവർ. എന്ത് പ്രശ്നം വന്നാലും എന്റെ കൂടെ എന്റെ റബ്ബ് ഉണ്ടാകുന്നുള്ള ഉറപ്പുമ്മലാണ് അള്ളാഹിന്റെ സഹായം ഉണ്ടാകുക. ആ ബലം എത്രയുണ്ടോ അതിനനുസരിച്ചാണ് റബ്ബ് കൂടെ ഉണ്ടാകുക. ആ വിശ്വാസത്തിന്റെ കനമെത്രയുണ്ടോ അതിനനുസരിച്ചാണ് അള്ളാന്റെ സഹായം ഉണ്ടാകുക. തവക്കുലിന് ഹസ്ബി അല്ലാഹ് എന്ന് പറയുമ്പോ നാവിന്റെ അപ്പുറം ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടിയിട്ട് എത്രമാത്രം ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായിട്ടാണോ എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറയുന്നത്, ആ പറച്ചിലിന്റെ മനസ്സിന്റെ, പറയുന്നവന്റെ മനസ്സിന്റെ കരുത്തിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക. ഞാൻ എന്നെ ചേർത്താ പറയുന്നത്, നമുക്ക് രോഗം വന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കും പോലും, മരുന്ന് കുടിക്കുന്നുണ്ട്, ഡോക്ടറെ കാണുന്നുണ്ട്, ചെയ്യേണ്ട സംഗതികളൊക്കെ ചെയ്യുന്നുണ്ട്, സഹായിച്ചേക്കാം, അള്ളാഹ് മാറ്റി തന്നേക്കാം. അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ വിചാരിക്കരുത്, അങ്ങനെ പറയരുത്. അള്ളാഹു എനിക്കെന്റെ രോഗം മാറ്റിത്തരിക തന്നെ ചെയ്യും എന്ന ഉറപ്പോടുകൂടെ പ്രാർത്ഥിക്കുന്നവന്റെ കൂടെയാണ് അള്ളാഹു ഉണ്ടാവുക. നിങ്ങളുടെ വിചാരം എന്താണ്?
നിങ്ങളുടെ ലൊന്നെന്താണ്? ഹദീസിലെ പദം അതാണ്. നിങ്ങളുടെ ലൊന്നെന്താണ്? അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റി, അള്ളാഹുവിന്റെ സഹായത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച്, അള്ളാഹുവിൽ നിങ്ങളുടെ പ്രതീക്ഷയുടെ അളവെത്രയാണ്? അതിനൊക്കെ അനുസരിച്ചാണ് പ്രാർത്ഥനയ്ക്ക് ബലം ഉണ്ടാവുക. അതിനൊക്കെ അനുസരിച്ചാണ് പ്രാർത്ഥനയിൽ ഇഖ്ലാസ് ഉണ്ടാകുക. അതിനൊക്കെ അനുസരിച്ചാണ് നമുക്ക് പ്രതീക്ഷ ഉണ്ടാകുക, പടച്ച കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പുണ്ടാകുക. കണ്ണ് നിറച്ചിട്ട് ഉമ്മയും വാപ്പയും സങ്കടം അവരെ കേൾക്കുമ്പോ നമുക്കും ഉണ്ടാകും. ഒരു 10-20 വയസ്സുള്ള ഇപ്പോഴും കണ്ടാൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ വയറ്റിൽ 2.5 കിലോ മുള വെച്ചുകൊണ്ടവൻ ജീവിച്ചത് 4 കൊല്ലാണ്. വയറുവേദന വരുമ്പോഴും അസ്വസ്ഥനാകുമ്പോഴും വയറ്റിന്ന് പോകാതെ വരുമ്പോഴൊക്കെ ഡോക്ടർമാരെ പലരെയും കണ്ടു. വളരെ പ്രഗത്ഭരായ പലരുടെ അടുത്ത് പോയി. പക്ഷെ ഇങ്ങനെ ഒരു മുഴ ഉള്ളതോ അതിങ്ങനെ വലുതായി വരുന്നു എന്നുള്ളതോ അത് ഒരു അർബുദമാണ്, ക്യാൻസറാണ് എന്നുള്ളതൊന്നും ഒരു 3-4 കൊല്ലമായിട്ട് വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരോ അവർ ചികിത്സിച്ച ചികിത്സാ രീതികളെ കൊണ്ടോ അവർ നടത്തിയ ടെസ്റ്റുകളെ കൊണ്ടോ ഒന്നും കണ്ടെത്താനായില്ല. അയാൾക്ക് മാരകമായ രോഗമായി, ശരീരത്തിൽ ലങ്സ് ഉൾപ്പെടെ പല ഭാഗങ്ങളിലേക്കും ക്യാൻസർ പടർന്നു. എന്നിട്ടാണ് അത് തിരിച്ചറിയുന്നത്. 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഉമ്മയും വാപ്പയും നിങ്ങളോട് സംസാരിക്കുമ്പോൾ കണ്ണ് നിറച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ സമാധാനിപ്പിക്കാൻ കഴിയുക? നമുക്ക് എങ്ങനെ അവരെ സമാധാനിപ്പിക്കാൻ കഴിയുക? 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ആർക്കാണ് തിരിച്ചു കൊടുക്കാൻ കഴിയുക? നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ വീട്ടിനകത്തൊരു പ്രശ്നം വന്നിട്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുമ്പോ ഞാൻ ചോദിച്ചത് എന്റെ റബ്ബ് തരിക തന്നെ ചെയ്യും എന്ന ഉറപ്പോടുകൂടെ പടച്ചവനോട് ചോദിച്ചാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് അള്ളാഹ് നമുക്ക് തന്ന വാക്കാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. അതുകൊണ്ട് അള്ളാഹിനോട് സംസാരിക്കുമ്പോ, അള്ളാഹുവിനോട് ചോദിക്കുമ്പോ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുമ്പോ നല്ല ബലമുള്ളോടെ, ശക്തിയുള്ള വിശ്വാസത്തോടെ, ഹുസ്നുള്ളനോടുകൂടെ, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടുകൂടെ ആണ് അള്ളാഹുവിനോട് സഹായം തേടേണ്ടത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കേണ്ടത്, അള്ളാഹുവിനോട് മാർഗം അന്വേഷിക്കേണ്ടത്, അള്ളാഹുവിനോട് ഞാൻ എന്ത് ചെയ്യണം എന്ന തീരുമാനം അള്ളാഹുവിനോട് ചോദിക്കേണ്ടതൊക്കെ മനസ്സിന്റെ നല്ല ബലം വെച്ചുകൊണ്ടാണ്, ഈമാനിന്റെ നല്ല ഉറപ്പ് വെച്ചുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അതാണ് അടുത്ത ആയത്തിലുള്ളത്. അങ്ങനെ അവർ വിശ്വാസികൾ അള്ളാഹുവിനോട് നല്ല ബലത്തോടുകൂടെ സംസാരിച്ചപ്പോ തൊട്ടടുത്ത ആയത്തിൽ നമുക്ക് കാണാം, ആക്രമിക്കാൻ വേണ്ടി ആയുധമെടുത്തു വന്നവർ അവരുടെ മുമ്പിൽ നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും അള്ളാഹുവിന്റെ സഹായം കൊണ്ടും അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവർ സുരക്ഷിതരായി മടങ്ങി. ലം യംസസ്ഹും സൂഉൻ, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടായില്ല. കാരണം അവർ പറഞ്ഞത്, ഒന്ന്, അവർക്ക് ഈമാൻ കൂടി, ശത്രുക്കൾ വീണ്ടും വരുന്നു എന്ന് പറഞ്ഞപ്പോ. രണ്ടവർ പറഞ്ഞത് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി, ആര് വന്നാലും ഞങ്ങൾക്ക് അല്ലാഹ് മതി, അല്ലാഹ് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊള്ളും എന്നവർ ബലത്തോടുകൂടെ മനസ്സിന്റെ ഉറപ്പോടുകൂടെ പറഞ്ഞപ്പോ ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫളലിൻ, ആൽ ഇംറാൻ സൂറത്തിലെ 174-ാമത്തെ ആയത്തും അതിന്റെ വ്യാഖ്യാനവും അമാനുമൗലയുടെ പരിഭാഷ എടുത്തു വെച്ച് വായിച്ചാൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി വരുമ്പോഴും മനസ്സിന് ബലം കിട്ടും, മനസ്സിന് ഉറപ്പ് കിട്ടും, പടച്ചോ മതി എന്നുള്ളിടത്തേക്ക് നമ്മളെത്തും. അള്ളാഹു സഹായിക്കുന്ന, അള്ളാഹു രക്ഷാമാർഗം കാണിച്ചു തരുന്ന, ഏത് പ്രതിസന്ധിയിലും അള്ളാഹു നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരവസ്ഥയിൽ അള്ളാഹു നമ്മയും നമ്മുടെ ഈമാനിനെയും നമ്മുടെ വിശ്വാസത്തെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ, അള്ളാഹുവിലുള്ള പ്രതീക്ഷയിൽ, അള്ളാഹുവിലുള്ള ഉറപ്പിൽ കോട്ടം തട്ടുമ്പോ പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതിന് പറയുന്നത് നിഫാഖ് എന്നാണ്. വിശ്വാസത്തിൽ കാപട്യമുള്ളവർക്കാണ്, വേണ്ട രൂപത്തിലുള്ള വിശ്വാസം ഇല്ലാത്തവർക്കാണ് ഹുസ്നുൽ ദൻ, അള്ളാഹിനെ കുറിച്ചുള്ള പ്രതീക്ഷയും നല്ല വിചാരവും ഉണ്ടാകാതിരിക്കുക. വയുഅദ്ദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത്, മുനാഫിക്കുകളായ ആണും പെണ്ണും മുശ്രിക്കുകളായ ആണും പെണ്ണും അവർക്ക് അള്ളാഹിന്റെ അദാബ് വരും, അള്ളാഹിന്റെ ശിക്ഷ അവർക്ക് ഉണ്ടാവും. ശിർക്ക് ചെയ്യുന്നവർക്ക്, വിശ്വാസത്തിൽ കാപട്യമുള്ളവർക്ക്, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടാവും. എന്താ കാരണം എന്നറിയോ? അവർ
അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം വെച്ചു പുലർത്താത്തവരാണ്. അള്ളാഹുവിനെ കുറിച്ച് ശുഭപ്രതീക്ഷയില്ലാത്തവരാണ്. അള്ളാഹ് കൂടെ ഉണ്ടാകും എന്ന് ചിന്തിക്കാത്തവരാണവർ. ഒരു പ്രയാസം വരുമ്പോ എന്റെ പ്രയാസമൊക്കെ ഞാൻ തന്നെ ഓടി നടന്ന് ചാടിപ്പടഞ്ഞ് തീർത്തോളാം, ചെയ്തോളാം, ഞാൻ തന്നെ മതി എനിക്ക് എന്ന് ചിന്തിക്കുന്നവരാണവർ. അത് കാപഢ്യമുള്ളവരാണ്, അവർ മുശ്രിക്കുകളാണ്. ഒന്നുകിൽ ബഹുദൈവ വിശ്വാസമാണ്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന് ദുർബലതയുണ്ട്, അവരുടെ വിശ്വാസത്തിന് ജീർണതയുണ്ട്, അവരുടെ വിശ്വാസത്തിൽ കാപഢ്യമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ പറ്റാത്തത്. എന്നോടെന്താ റബ്ബ് ഇങ്ങനെ? ഒരിക്കലും നമ്മൾ അങ്ങനെ ചോദിക്കരുത്. എന്നോട് എന്തുകൊണ്ടാണ് റബ്ബ് ഇങ്ങനെ? അങ്ങനെ ചോദിക്കരുത്, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. എന്നോടെന്തെങ്ങനെ, എന്റെ കുടുംബത്തോടെങ്ങനെ, എന്തുകൊണ്ടാണ് റബ്ബ് ഇങ്ങനെ? അങ്ങനെ ആലോചിക്കരുത്. അള്ളാഹുവിന്റെ ഓരോ തീരുമാനങ്ങളിലും ഖൈറ് കാണണം, നന്മ കാണണം, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കണം. ഒരിക്കൽ പരീക്ഷിക്കപ്പെട്ട് പിന്നെയും പരീക്ഷിക്കപ്പെട്ട് പിന്നെയും പരീക്ഷിക്കപ്പെട്ട് അത് സംഭവിക്കരുത്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് മൂന്നാമതൊരു കുട്ടി കൂടി വേണം, എന്റെ ഭാര്യ സമ്മതിക്കുന്നില്ല. മൂന്നാമതൊരു കുട്ടി കൂടെ വേണം, പക്ഷെ എന്റെ ഭാര്യ സമ്മതിക്കുന്നില്ല. അതെന്താണ്? അവർ പറയുന്ന തടസ്സം എന്താണ്? ആരോഗ്യ പ്രശ്നങ്ങളാണോ? അല്ല, ഈ 2 കുട്ടികളെ തന്നെ പോറ്റാൻ നിങ്ങൾ പ്രയാസപ്പെടുന്നു. ഭാര്യ പറയാൻ, 2 കുട്ടികളെ തന്നെ പോറ്റാൻ നിങ്ങൾ പ്രയാസപ്പെടുന്നു. ഞാൻ നാട്ടിൽ പല ഏർപ്പാടും ചെയ്തു, 4 തവണ ഞാൻ വിദേശത്ത് പോയി, പക്ഷെ ഞാൻ ചെയ്തതെല്ലാം പരാജയമായിരുന്നു. ഞാൻ എന്തിനു തിരിഞ്ഞുവോ അതൊക്കെ പരാജയമായിരുന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ എവിടെ എത്തിയിട്ടില്ല, സ്വന്തമായിട്ടൊരു വീടില്ല, പക്ഷെ എന്നാലൊരു കുട്ടി വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ഭാര്യ തടസ്സം പറയുന്നു, എന്റെ ഭാര്യ മുടക്കം പറയുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, എത്ര പരീക്ഷണങ്ങളിൽ ആവർത്തിച്ച് അഭിമുഖീകരിക്കേണ്ടി വന്നാലും അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ തെറ്റായി വിചാരിക്കരുത്. എപ്പോഴാ അള്ളാഹ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താണ് എന്റെ റബ്ബ് എനിക്ക് ഉത്തരം നൽകാത്തത് എന്ന് നിങ്ങൾ പറയാതിരിക്കുന്നിടത്തോളം കാലം. അങ്ങനെ പറയരുത്. ഞാൻ പടച്ചോനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്റെ റബ്ബ് എനിക്ക് ഉത്തരം തരാത്തത്, അങ്ങനെ നിങ്ങൾ പറയാത്തിടത്തോളം കാലം അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തരും. നിങ്ങളുടെ പ്രശ്നങ്ങളെ അള്ളാഹു ഏറ്റെടുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും, അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. എനിക്കെന്റെ റബ്ബ് മതി എന്ന് 100% ഉറപ്പോടുകൂടെ തീരുമാനിച്ച ഒരാൾ, അയാൾ ഒരിക്കലും പരാജയപ്പെടില്ല. ദുനിയാവിലും പരാജയപ്പെടൂല, പരലോകത്തും പരാജയപ്പെടൂല. അയാൾ മക്കളുടെ വിഷയത്തിലും പരാജയപ്പെടില്ല, അയാളുടെ സാമ്പത്തിക വിഷയത്തിലും അയാൾ പരാജയപ്പെടില്ല, ദാമ്പത്യ കാര്യങ്ങളിലും അയാൾ പരാജയപ്പെടില്ല, ജീവിതത്തിന്റെ ഒരു രംഗങ്ങളിലും അയാൾ പരാജയപ്പെടില്ല. എനിക്കെന്റെ റബ്ബ് മതി, എന്ത് പ്രശ്നങ്ങളും എനിക്കെന്റെ റബ്ബ് മതി എന്ന ഉറപ്പോടുകൂടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഈമാനിന്റെ ബലത്തോടുകൂടെ പറയാൻ കഴിയുന്ന ഒരാൾ, അയാൾക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാവില്ല. അയാൾ ശാശ്വതമായ രീതിയിൽ എന്നേക്കുമായി ഏത് കാലത്തും സങ്കടത്തിലും ദുരിതത്തിലും ബുദ്ധിമുട്ടിലും ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ള സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ഈമാനിനെ വീണ്ടെടുക്കുക, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പൊടി തട്ടിയെടുക്കുക, നമ്മുടെ വിശ്വാസത്തെ നമ്മളെപ്പോഴും ബലപ്പെടുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാർ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ കുപ്പായം പൊക്കി നോക്കും. ഖബ്ബാബ് റളിയല്ലാഹുവിനെ കാണുമ്പോൾ കുപ്പായം പൊക്കി നോക്കും. എന്നിട്ട് പറയും, ഞാൻ എന്റെ ഈമാനിനെ പുതുക്കുകയാണ് എന്ന് പറയും. ഖബ്ബാബ് പീഡിപ്പിക്കപ്പെട്ടതിന്റെ, വിശ്വാസിയായതിന്റെ പേരിൽ മർദ്ദിക്കപ്പെട്ടതിന്റെ, തീപ്പൊള്ളലേറ്റതിന്റെ അടയാളങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് നോക്കിയിട്ട് ഉമർ ഇബ്നു ഖത്താബ് അദ്ദേഹത്തിന്റെ ഈമാൻ വർദ്ധിപ്പിക്കും. സഹോദരങ്ങളെ, നല്ല ഈമാൻ, നല്ല വിശ്വാസം, ബലമുള്ള ഈമാൻ അതുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ച് അതിനെ സുന്ദരമായി തരണം ചെയ്ത് സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ജീവിതവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകുന്നതോടുകൂടെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും രോഗങ്ങളില്ലാത്ത അത്ഭുത ജീവിതം ജീവിക്കുന്നല്ല. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകുന്നതോടുകൂടെ കടബാധ്യതകളും സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അത്ഭുത ജീവിതം മനുഷ്യർക്കിടയിൽ നിങ്ങൾ ജീവിക്കും എന്നല്ല. നിങ്ങളുടെ വീട്ടിൽ പിന്നെ മരണം നടക്കൂല നിങ്ങൾക്ക് എല്ലാവർക്കും ഈമാൻ ഉണ്ടെങ്കിൽ എന്നല്ല. അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്
പറയുന്നത് രോഗം വരും, മരണം വരും, കടബാധ്യത വരും, സാമ്പത്തിക ബുദ്ധിമുട്ട് വരും, മറ്റ് മനുഷ്യരനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അതേ തോതിലോ ഒരു പക്ഷെ അതിലും കൂടുതലോ സംഭവിച്ചേക്കാം. പക്ഷെ നിങ്ങൾ അതിനെ അതിജീവിക്കും. നിങ്ങളുടെ മനസ്സതിനെ അതിജീവിക്കും. അതിന്റെ എല്ലാം അപ്പുറം നിങ്ങളൊരു സന്തോഷം കാണും. അതിന്റെ മുകളിൽ നിങ്ങൾ സമാധാനത്തോടുകൂടെ 100 പ്രശ്നങ്ങളുടെ മുകളിൽ നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കും. കാരണം നിങ്ങളുടെ മനസ്സിനകത്ത് എല്ലാറ്റിന്റെയും അപ്പുറം എന്നെ സഹായിക്കാൻ എന്റെ റബ്ബ് കൂടെ ഉണ്ടാകും എന്നൊരു വിശ്വാസം നിങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം കാലം എല്ലാ പ്രശ്നങ്ങളുടെയും മുകളിൽ ഒരാശ്വാസം കണ്ടെത്തുകയും നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കുകയും ചെയ്യുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹ്യങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാൻ, ഈമാനോടുകൂടെ മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ പിരിഞ്ഞുപോയ വിശ്വാസികളുടെ സഹോദരി സഹോദരന്മാരുടെ ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ട് പ്രയാസം അനുഭവിച്ച ആളുകൾ, അതിൽ അവശേഷിക്കുന്നവർ, അള്ളാഹു അവർക്ക് അവരുടെ മനസ്സിന് ഇനിയുള്ള കാലത്ത് അവരുടെ ജീവിതത്തിന് സന്തോഷവും സംതൃപ്തിയും സമാധാനവും ആശ്വാസവും അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറ മുഖാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബ